നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. പച്ചമാങ്ങയും ചോറുമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് പച്ചമാങ്ങ ചോറ്. മലയാളികൾക്ക് ഇതത്ര സുപരിചിതമല്ലെങ്കിലും കർണാടകയിലെ ഒരു സാധാരണ ഭക്ഷണമാണിത്. കർണാടകയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പേര് വരളുകല്ല് ചിത്രാന്ന എന്നാണ്. പേരും വളരെ വ്യത്യസ്തമാണല്ലേ? അതുപോലെ തന്നെയാണിതും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ കാണാം. നമുക്കായി ഇത് തയ്യാറാക്കുന്നു അശ്വിനി. പച്ചമാങ്ങ ചോറ് തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മാങ്ങ ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് തേങ്ങ, കറിവേപ്പില ആവശ്യത്തിന്, 8-10 ചുവന്ന മുളക്, ഒരു വലിയ പാത്രം നിറയെ ചോറ്, 1/2 കപ്പ് എണ്ണ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ചനപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, മഞ്ഞൾ, കായം, 1 പിടി കടല, വറുത്ത ഉലുവാപ്പൊടി, ശർക്കര, ഉപ്പ്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കുക. എണ്ണ ചൂടായ ശേഷം ചുവന്ന മുളക് ചേർത്ത് 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായി ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത ശേഷം മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തേങ്ങ ചേർത്ത് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നന്നായി വറുക്കുക. ഈ തേങ്ങയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ഇനി ഈ ജാറിലേക്ക് ജീരകം, ഉലുവാപ്പൊടി, മാങ്ങ, അല്പം ശർക്കര എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇനി കടുകിട്ട് അത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം ചനപ്പരിപ്പ്, ഉഴുന്ന്, നിലക്കടല എന്നിവ ചേർത്ത് സ്വർണ്ണ നിറമാകുന്നതുവരെ നന്നായി ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായവും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അവസാനമായി മിക്സിയിൽ അരച്ചെടുത്ത കൂട്ടുകളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചോറിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചോറും മറ്റു ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ ചോറ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇഷ്ടമുള്ള ചട്നിക്കൊപ്പം ഇത് ചൂടോടു കൂടി തന്നെ വിളമ്പി കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഇത് വീട്ടിൽ തയ്യാറാക്കാൻ. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.